ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് അവിൽ വിളയിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അടിപൊളി സ്വാദിലുള്ള അവിൽ വിളയിച്ചതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന തേങ്ങ ചെറുകിയൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്ന അവിൽ വിളയിച്ചതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അവിൽ വിളയിക്കാനായിട്ട് ആദ്യം തന്നെ ശർക്കര മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 2 കപ്പ് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ശർക്കര പൊടിച്ചെടുത്തതിന് ശേഷമുള്ള അളവാണ് പറയുന്നത്. 2 കപ്പ് 250 ml കപ്പിലാണ് കേട്ടോ മെഷർമെൻറ്റ് പറയുന്നത്. അപ്പോൾ ശർക്കര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊട്ടുകടലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. 6 ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. പൊട്ടുകടലയൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊട്ടുകടല നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. നൈസായിട്ട് കൊത്തിയെടുത്തതാണ് കേട്ടോ. 1/2 മുറി തേങ്ങയുടെ കൊത്താണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്തും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവണ്ട. ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് വിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എള്ള് ഇട്ട് കൊടുക്കാം. 6 ടേബിൾ സ്പൂൺ എള്ളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എള്ളിൻ്റെ അളവും നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. എള്ളും 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ശർക്കര പാനി അരിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ശർക്കര പാനി അധികം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി മെൽറ്റ് ചെയ്തെടുത്തതാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകവും 1/4 ടീസ്പൂൺ ചുക്കിൻ്റെ പൊടിയും, ചുക്കിൻ്റെ പൊടി ഇല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ചുക്കും 3 ഏലക്കയും കൂടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 4 ഐറ്റമാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു കഷ്ണം ചുക്ക് എടുക്കുക. ഒരു 3 ഏലക്ക എടുക്കുക. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ആ കുഞ്ഞു ഉരുളിയില്ലേ അതിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് അപ്പം തന്നെ നമ്മളിതിൽ അവിൽ ചേർത്ത് കൊടുക്കരുത്. ഒരു 2 മിനിറ്റിന് ശേഷമാണ് അവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് അവിലിട്ട് കൊടുക്കാം. അവിലിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന അവിൽ ബ്രൗൺ കളറിലുള്ള അവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ അധികം കട്ടിയുള്ള അവിലും എടുക്കരുത്, അധികം നൈസായിട്ടുള്ള അവിലും എടുക്കരുത്. അതിനിടയിലുള്ള അവിൽ നോക്കിയിട്ട് വാങ്ങുക. അതാണ് കൂടുതൽ സ്വാദ് ഉണ്ടാവുക വിളയിച്ചെടുക്കുന്ന സമയത്ത്. അത് കുറേശ്ശെ ആയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അവിലെടുത്തിരിക്കുന്നത് 250 ml കപ്പിൽ 4 കപ്പ് അവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള അളവാണ് പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശർക്കര പാനി കുറച്ച് കൂടി പോയോ എന്ന് തോന്നും, പക്ഷെ കുഴപ്പമില്ല. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ശർക്കര പാനി കുറച്ച് കൂടുതലായിട്ട് നിൽക്കും. അങ്ങനെയാണ് നിൽക്കേണ്ടത്. ഇനി നമുക്കൊരു 5 മിനിറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് ആകുമ്പോഴത്തേനും ഈ ശർക്കര പാനിയൊക്കെ അവിൽ നന്നായിട്ട് അബ്സോർബ് ചെയ്തെടുക്കും. മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. നെയ്യ് കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ആദ്യം 1.5 ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തത്. ഇപ്പോൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് ആയപ്പോഴത്തേനും അവിൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ശർക്കര പാനിയൊക്കെ നന്നായിട്ട് അവിൽ അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കുഴഞ്ഞ പരുവത്തിനാണ് കേട്ടോ നമ്മുടെ അവിൽ വിളയിച്ചതുള്ളത്. ഡ്രൈ ആയിട്ടൊന്നും അല്ല ഇരിക്കുന്നത്. കണ്ടില്ലേ, അവിൽ ഇപ്പോൾ ശർക്കര പാനിയൊന്നുമില്ല ഇതിൽ. ഈ രീതിയിലാണ് നമ്മൾ അവിൽ വിളയിച്ചെടുക്കേണ്ടത്. ഇതൊരു 3-4 ദിവസമൊക്കെ കേടാവാതിരിക്കും കേട്ടോ. അതിലും കൂടുതൽ ഞാൻ വെച്ച് നോക്കിയിട്ടില്ല. 3-4 ദിവസം ആകുമ്പോഴത്തേനും അവിൽ വിളയിച്ചതൊക്കെ കാലിയായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കൂടുതൽ ദിവസം ഞാൻ വെച്ച് നോക്കാത്തതുകൊണ്ട് കൂടുതൽ ദിവസം ഇരിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഡബ്ബകളാക്കി വെക്കാം. നല്ല സ്വാദാണ് കഴിക്കാനായിട്ട്. ഇത് പിറ്റേ ദിവസം കഴിക്കുമ്പോഴായാലും നല്ല സ്വാദാണ് കേട്ടോ കഴിക്കാൻ.
അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക എല്ലാവരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പലതരത്തിലുള്ള ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. താങ്ക് യു.